Hello everyone, welcome back to Silent Learning. It's me, Jamshad. You can call me JD. നമ്മുടെ 9th സ്റ്റാൻഡേർഡിൽ ഈ വരുന്ന എക്സാമിന് ഉറപ്പായിട്ടും 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യന് മിക്കവാറും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പോമത്തിൽ നിന്നാണ്. ഈ കവിത നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സക്സസ് എന്ന് പറയുന്ന ഈ ഒരു പോം ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ആണ് എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 8 മാർക്കിന് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഈ കവിതയാണ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത്തവണത്തെ ഓണം ഓണത്തിന്റെ ആ ഒരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതായാലും 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തത് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും. ഇതിലേതെങ്കിലും ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് ഡെഫിനറ്റ്ലി ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോയറ്റിക് ഡിവൈസ് ഏതാണ്, അല്ലെങ്കിൽ ഇവിടെ കവി എന്താണ് ഉദ്ദേശിച്ചത്, അങ്ങനെ തുടങ്ങിയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാൻസ് തന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാനായിരിക്കും. ഇത് രൂപത്തിൽ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആണ്. സോ അതെങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ, അല്ലെങ്കിൽ ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറന്നു വരുത്. നമ്മൾ തുടങ്ങുകയാണ്. തീം ഓഫ് ദ പോം, ഈ കവിതയുടെ തീം പറഞ്ഞിട്ട് നമ്മൾ എന്താക്കുന്നു, ഈ കവിതയിലേക്ക് കിടക്കുകയാണ്. ദ പോം സക്സസ് ഈസ് എ പാർട്ട് ഓഫ് എ ലോങ് പോം ടൈറ്റിൽ ദ ലാഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ. ദ ലാഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന വലിയൊരു പോം ഉണ്ട്, അതിന്റെ ഒരു പാർട്ടാണിത്. ആസ് എ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ദ പോം സ്പീക്ക് അബൌട്ട് ദ വേ ഇൻ വിച്ച് പീപ്പിൾ സ്കെയിൽ ദ ലാഡർ ഓഫ് സക്സസ് ത്രൂ ദ കൺസിസ്റ്റന്റ് എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്, ഈ ഒരു ടൈറ്റിൽ പോലെ തന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്സസിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള എഫേർട്ടോട് കൂടിയിട്ട് അവരെങ്ങനെയാണ് ആ സക്സസിലേക്ക് എത്തുന്നത്, ഹാർഡ് വർക്കോട് കൂടിയിട്ട് എങ്ങനെയാണ് എത്തുന്നതൊക്കെയാണ് പറയുന്നത്. when the rest of the world leads a cozy life, മറ്റ് ജനങ്ങൾ മുഴുവൻ, ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ ഭയങ്കര കോസി ലൈഫ്, ഭയങ്കര പ്ലഷർലി ലൈഫ് ആയിരിക്കുന്ന സമയത്ത്, ആഘോഷിക്കുന്ന സമയത്ത്, people who wish to achieve greater heights burn the midnight oil. അങ്ങനെ വലിയ ഉന്നതികൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താക്കുന്നു, കഷ്ടപ്പെടുന്നു. burn the midnight oil എന്നാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു. The poem thus speaks about the need for patience, ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സക്സസ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പേഷ്യൻസ് വേണം, ഡെഡിക്കേഷൻ വേണം, കമ്മിറ്റ്മെന്റ് വേണം. ടു റീവ് സക്സസ് ഇൻ വൺസ് ലൈഫ് ആൻഡ് കരിയർ. നമ്മുടെ കരിയറിലോ നമ്മുടെ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ സക്സസ് ആവണമെങ്കിൽ ഇതൊക്കെ നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു സംഭവമാണ്. സോ അങ്ങനെ അപ്രീസിയേഷൻ ചോദിക്കാറുണ്ട്. ഒരു 4 മാർക്കിന് ഏതെങ്കിലും സ്റ്റാൻസ് തന്നിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം ഇനി 8 മാർക്കിന് ഒരു കംപ്ലീറ്റ് പോയത്തിന്റെ അപ്രീസിയേഷൻ ചോദിക്കുമെന്ന് അറിയില്ല. ഏതായാലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരുങ്ങിയിരിക്കണം. യെസ്, സെറ്റ് ആവണം. അതുകൊണ്ട് അപ്രീസിയേഷൻ പഠിച്ചു വെക്കണം. സക്സസിന്റെ അപ്രീസിയേഷൻ ആണ്. ദ പോം സക്സസ് ബൈ H.W. ലോങ്ഫെല്ലോ ടീച്ചേഴ്സ് ആസ് an important lesson about achieving our goals. നമ്മുടെ ലക്ഷ്യം സാധ്യമാക്കുന്നതിലേക്ക്, അത് അച്ചീവ് ചെയ്യുന്നതിലേക്ക്, അതിനെ പറ്റിയാണ് നമ്മൾ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആര്? H.W. ലോങ്ഫെല്ലോ. ഇറ്റ് ടെൽസ് us that unlike birds who can easily fly to great heights. ഓക്കെ, നമ്മളെ ബേർഡ്സിന് മാത്രമേ ബേർഡ്സിന് എന്താക്കാനുണ്ട്, ഉയരങ്ങളിലേക്ക് പറക്കാൻ ചിറകുകളുണ്ട്. പക്ഷെ നമ്മൾക്കില്ല. Human must work hard and climb slowly to reach their dream. നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ക്ലൈം സ്ലോലി, പയ്യെ പിടിച്ചു കയറണം. മനുഷ്യന്മാർക്ക് കാലും കൈ ഉണ്ടല്ലോ, അതുകൊണ്ട് പിടിച്ചു കയറണം. എന്നിട്ട് നമ്മളെ സ്വപ്നം സാധ്യമാക്കണം. അതായത് നമുക്ക് ചിറകില്ല, നമുക്ക് പറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തുകൊണ്ട് സക്സസിലെത്തണം പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് സക്സസ് ഡസൻറ്റ് കം ക്വിക്ക്ലി ഓർ ഈസിലി. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും വളരെ ഈസി ആയിട്ട് കിട്ടുന്നതല്ല, അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടുന്നതല്ല. വി നീഡ് ടു ബി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. നമ്മളെന്തായിരിക്കണം? ശമാലുക്കളായിരിക്കണം. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. Next one, Longfellow uses images like pyramids, mountains to show us the big challenges can be broken down into smaller steps. അതായത് ഇവിടെ കുറെ ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട് കവിതയിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പിരമിഡ്സ് പറയുന്നുണ്ട്, മൗണ്ടൻസ് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ വെല്ലുവിളികളാണ്. അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ലക്ഷ്യങ്ങളാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, അതൊക്കെ തകർക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊക്കെ മുന്നേറാൻ പറ്റും. മേക്കിംഗ് ദം ഈസിയർ ടു ഹാൻഡിൽ. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് വലിയ മല കയറുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ എഫേർട്ടുകൾ ഇങ്ങനെ
കൺസിസ്റ്റൻ്റ് ആയി ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവസാനം അവിടെ എത്തുന്നു, സക്സസിലെത്തുന്നു. ദിസ് ഹെൽപ്പ് us to understand that with the determination and effort we can overcome any obstacle. നമ്മുടെ ആ ഉറച്ച തീരുമാനം കൊണ്ട് എന്ത് വലിയ ഒബ്സ്റ്റക്കിൾസും വെല്ലുവിളികളും അല്ലെങ്കിൽ പ്രതിസന്ധികളും നമുക്ക് എന്താക്കാൻ പറ്റും, താണ്ടാൻ കഴിയും, അത് എത്താൻ കഴിയും. ഓക്കെ, യെസ്, നമ്മളിതാ ഇത് 2 സ്ലൈഡോട് കൂടി ഈ ചാപ്റ്റർ കഴിയാണ്. The poet also reminds us that great people didn't achieve success overnight. വലിയ വലിയ ആൾക്കാരൊക്കെ സക്സസ് ആയത് ഒറ്റ രാത്രി കൊണ്ടാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഏത് വലിയ ആൾക്കാർ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആരെ പറ്റി നിങ്ങൾ മൈൻഡിൽ ആലോചിച്ചാലും അവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ഫേമസ് ആയി അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് വലിയ ആൾക്കാരായി ഉന്നതന്മാരായിട്ടുണ്ടോ? നെവർ. ദേ വർക്ക്ഡ് ഹാർഡ് ഈവൻ വെൻ അതേഴ്സ് വർ ടെസ്റ്റിംഗ്. മറ്റുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കുമ്പോഴും അവർ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. ടു റീച്ച് ദെയർ ഗോൾസ്, അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, അത് എത്താൻ വേണ്ടിയിട്ട്. ദിസ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. ഇതാണ് ഡെഡിക്കേഷനെയും ഹാർഡ് വർക്കിനെയും ഇമ്പോർട്ടൻസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ലാസ്റ്റ് സ്ലൈഡ് കിടക്കാണ്. ഓവറോൾ സക്സസ് എൻകറേജസ് us to keep climbing and never give up. സക്സസ് നമ്മളെ എൻകറേജ് ചെയ്യുന്നത് എന്തിനാണ്? ടു കീപ് ക്ലൈംബിങ്. നമ്മൾ ഇതൊക്കെ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുക, കയറിക്കൊണ്ടിരിക്കുക, അതായത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നെവർ ഗിവ് അപ്പ്, ഒരിക്കലും വിട്ട് കളയരുത്. നോ മാറ്റർ ഹൗ ടഫ് ദ ജേർണി മൈറ്റ് ബി. നമ്മുടെ ജേർണി എത്ര ടഫായാലും, നമ്മുടെ യാത്ര എത്ര ടഫായാലും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു ചാലഞ്ചസും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മൾ കീപ് ഗോയിങ്. ഇറ്റ്സ് മോട്ടിവേറ്റിംഗ് പോം ദാറ്റ് ഇൻസ്പയർ us to work hard and stay committed to our dreams. ഇത് നമ്മളെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കവിതയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീംസ്, നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, എന്താവണം എന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിലേക്ക് അത്രയും കമ്മിറ്റഡ് ആയിരിക്കണം, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം എന്നുള്ള സാധനം നമ്മളെ മൈൻഡിലേക്ക് വരികയാണ്. സോ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എഴുതാൻ പറ്റുമോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അതല്ല, നെക്സ്റ്റ് ഏത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫ്രീ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കമൻറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി കയറിയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഏത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ പറയാം. ഇതിൻ്റെ പോയറ്റിക് ഡിവൈസസ് വേണമെന്നുള്ളത് അതാണെങ്കിൽ അത് പറയാം. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലെറ്റ്സ് സീ അനദർ സെഷൻ. അണ്ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ. താങ്ക് യു.